We're back again with yet another video. So today, we are going to discuss about the three terms do, does and did. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് do, does and did ഈ മൂന്ന് ടേംസിന്റെ യൂസേജിനെ പറ്റിയാണ്. അപ്പൊ ആദ്യം നമുക്ക് do and does ൽ നിന്ന് തന്നെ തുടങ്ങാം. do and does എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകൾ, അതായത് പ്രസന്റ് ടെൻസിൽ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, do and does യൂസ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി did എന്തിനായിരിക്കും യൂസ് ചെയ്യാം, പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ സംഭവങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ did എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് does ൽ നിന്ന് തുടങ്ങാം. ഡസിന്റെ കൂടെ എല്ലാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തിന്റെ കൂടെ ഇന്നത്തെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു സർട്ടൻ കണ്ടീഷൻസ് നമുക്കുണ്ട്. അപ്പൊ ഡസിന്റെ കൂടെ ആരൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. he, she, it and name. ഒരു നെയിം വെച്ചിട്ട് നമ്മൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡസ് യൂസ് ചെയ്യാം. അപ്പൊ ആരൊക്കെയാണ് he, she, it and name. ഇതിന്റെ കൂടെയാണ് നമുക്ക് ഡസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡസിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ചെയ്യുന്നു എന്നാണ്. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പേര് വെച്ച് പറയാണ്. ഇപ്പൊ നമ്മൾ മിയ ഡസ് ഹർ ഹോംവർക്ക് എവറി ഡേ. എന്താണ്, മിയ അവളുടെ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞു, ഡസ് വെച്ച് പറഞ്ഞു. ഇനി ഷീ വെച്ച് പറയുകയാണെങ്കിൽ ഷീ ഡസ് ഹർ എക്സസൈസ് എവറി ഡേ. അവളുടെ എക്സസൈസ് ഇന്നും ചെയ്യുന്നു, അവൾ ഇന്നും എക്സസൈസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഹി വെച്ച് ഇതുപോലെ പറയാം. ഇനി ഇറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഡസന്റ് ഫീൽ ഗുഡ്. അത് പറഞ്ഞപ്പോഴാണ് ഡസന്റ് എന്നുള്ളത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിക്കും ഡസന്റെ കൂടെ നോട്ട് വന്നപ്പോൾ അതെന്തായി, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി പറയാൻ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എങ്ങനെയാണ്, ഡസന്റെ കൂടെ നോട്ട് വന്നപ്പോ. ഡസ് നോട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും, ഡസന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഹി ഡസന്റ് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. ജോൺ ഡസന്റ് പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കില്ല. അപ്പൊ അതെങ്ങനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് എങ്ങനെയാണ്, ഡസിന്റെ കൂടെ നോട്ട് വന്നപ്പോ ആ സെന്റൻസ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. നമ്മൾ ഡൂയിലേക്ക് വരുമ്പോ ഡൂയിന്റെ കൂടെ ആരൊക്കെ യൂസ് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഐ, യു, വി, ദേ, ഈ 4 ടേംസിന്റെ കൂടെയാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റാം, ഡു യൂസ് ചെയ്യാൻ പറ്റാം. ഫോർ എക്സാമ്പിൾ ഐ ഡു ലവ് ദിസ് ഗെയിം അല്ലെങ്കിൽ ഐ ഡു ലവ് ദിസ് മൂവി. എന്താണ്, എനിക്ക് ഈ മൂവി ഇഷ്ടമാണ്. They do like fast food, അവർക്ക് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമാണ്. അല്ലെങ്കിൽ we do like that restaurant, ഞങ്ങൾക്ക് ആ റെസ്റ്റോറന്റ് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി നമ്മൾ ഡസിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മള് ഡസ് എങ്ങനെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത്, ഡസിന്റെ കൂടെ നോട്ട് വന്നപ്പോൾ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ സിമിലർലി ഡു എങ്ങനെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവുക, ഡുവിന്റെ കൂടെ നോട്ട് വന്നാല് ഡു നോട്ട്, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം, ഡോണ്ട് എന്നാണ് പറയാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് they don't understand my feelings, എന്റെ ഫീലിംഗ്സ് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്തായി, ഡോണ്ട് എന്ന വേർഡ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്തത്. അപ്പൊ എന്താണ്, നോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായി, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ലാസ്റ്റ് വൺ ഡിഡ്. ഡിഡിന് ഈ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല, അത് ഇന്നതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരു സംഗതി എവിടെ ഇല്ല, ഡിഡിനില്ല. എല്ലാത്തിന്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിഡ് യൂസ് ചെയ്യാം. ഐ ആയിക്കോട്ടെ, യു, വി, ദേ, ഹി, ഷി, ഇറ്റ് അല്ലെങ്കിൽ നെയിം, പർട്ടിക്കുലർ നെയിം വെച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിഡ് യൂസ് ചെയ്യാം. കാരണം ഡിഡ് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ആ കാര്യം നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ കാര്യത്തിനാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ഡിഡ് മെനി തിങ്സ് ലാസ്റ്റ് ഇയർ, ഞാൻ കഴിഞ്ഞ കൊല്ലം കുറേ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഷീ ഡിഡ്ന്റ് വേസ്റ്റ് എനി ടൈം. എന്താ ഡിഡ്ന്റ്, എന്താ വന്നത് അവിടെ, ഡിഡിന്റെ കൂടെ നോട്ട് ചേർത്തപ്പോ നമ്മൾ മുന്നേ ഡൂൺ ഡസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഡിഡിന്റെ കൂടെ നോട്ട് ചേർത്തപ്പോ എന്തായി, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഡിഡ് നോട്ട് നമ്മൾ പറയുന്നു, പക്ഷെ ഡിഡിന്റ് എന്നാണ് പറയാം. ഷീ ഡിഡ്ന്റ് വേസ്റ്റ് എനി ടൈം, അവള് സമയമൊന്നും പാഴാക്കിയില്ല. അപ്പൊ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, എന്തോ ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചു, പക്ഷെ അവള് സമയമൊന്നും കളഞ്ഞില്ല എന്ന് പറയില്ലേ, ഷീ ഡിഡ്ന്റ് വേസ്റ്റ് എനി ടൈം. ഇനി നമ്മുടെ എല്ലാവരും നമ്മള് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫേവറേറ്റ് ടീം ഒരു മാച്ച് ഇൻ കേസ് ഒരു ഫീൽ ആയി വിചാരിക്കാം. അപ്പൊ നമ്മള് ആ മാച്ച് നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ പറയാം എല്ലാവരും പക്ഷെ നന്നായി കളിച്ചു നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാം all the players did their best, എല്ലാ പ്ലേയേഴ്സ് നന്നായി കളിച്ചു, പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല, അതുകൊണ്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റാണ്ടായത്. അപ്പൊ കണ്ടില്ലേ, ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. ഇനി ഒന്ന് സമപ്പ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ യൂഷ്വലി നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം, നമുക്ക്
നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ അധികം മനസ്സിലാവാത്ത ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളെ മുന്നിൽ ചോദിക്കും, ഏട്ടാ നിനക്കെല്ലാം മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മളെന്താ പറയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ എന്താണ് പ്രസന്റിൽ നടക്കണം. അപ്പൊ ക്ലാസ് നടന്നുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും. അപ്പൊ നമ്മളെന്ന് പറയും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. ഇനി നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞു പോയിട്ടോ, ക്ലാസ് കഴിഞ്ഞു പോയി, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടൊക്കെ ചോദിക്കാനായിട്ട് നിനക്ക് വല്ലതും മനസ്സിലായോ അപ്പൊ എടുത്തെന്ന് ചോദിക്കുമ്പോ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് നമ്മൾ പറയാം. അതെന്താണ്, പാസ്റ്റ്, ക്ലാസ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മള് പിന്നെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്നുള്ളത് എന്ത് വെച്ച് പറയണം, ഡിഡ് വെച്ച് പറയണം. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. പ്രസന്റിൽ വന്നപ്പോ എന്താ പറഞ്ഞ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഇത്രയുള്ള സംഗതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണാം. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഒരു കോൺടാക്ട് നമ്പറും കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം, നമ്മുടെ പേജ് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. This is me, Aishwarya, signing off from HSTEN. Bye.